അസ്സലാമു അലൈക്കും. എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ രാവിലെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കിച്ചണിലോട്ട് വന്നിട്ടുള്ളത് ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു പാത്രത്തിൽ നിറച്ചും വെള്ളം എടുത്തിട്ട് ചായ കാച്ചാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. ഇന്ന് രാവിലെ പ്രത്യേകമായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. തലേന്ന് ചിക്കൻ കടായി ഉണ്ടായിരുന്നേ, അതും പിന്നെ നെയ്ച്ചോറും ബാക്കി വന്നപ്പം ഇന്ന് അതന്നെ മതിയെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമ്മളത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് വെച്ചാലും അതവിടെ ബാക്കിയാവും കേട്ടോ. രാവിലെ പിന്നെ എന്തെങ്കിലും കടി എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അത് എന്തായാലും ബാക്കിയാവും. അപ്പോൾ ചെറിയ പറഞ്ഞ് ആ നെയ്ച്ചോറ് മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നെയ്ച്ചോറ് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് ചിക്കൻ കടായി ഒന്ന് ചൂടാക്കാൻ വേണ്ടി കൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യം നിന്നിട്ടുണ്ടായിരുന്നത് തറവാട് വീടാണ് കേട്ടോ. അത് ഓടിട്ട വീടാണ്. എൻ്റെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, ചിലതിലൊക്കെ വന്ന് അങ്ങെത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഒന്നാമത് നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് ഇൻഷാ അല്ലാ നമുക്ക് പുതിയ പുരയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ വാടകയ്ക്ക് മാറിയതാണ്. അങ്ങനെ രാവിലെ തന്നെ ചായൻ്റെ വെള്ളം കാഞ്ഞപ്പോൾ അതിലേക്ക് പഞ്ചസാരയും പൊടിയൊക്കെ ഒരുമിച്ച് തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ആദ്യം ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പൊടിയിട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചിക്കന് കടായി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓഫാക്കി കൊടുത്തു കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ ചായയും ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു കാലിച്ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചൂടോട് കൂടി ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുകയാണ്. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം കേട്ടോ. അതേപോലെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടിയും വേണം കേട്ടോ. അങ്ങനെ രാവിലത്തെ ആ ഒരു കാലിച്ചായ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുകയാണ്. ഇപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ തൊണ്ടവേദനയൊക്കെ നല്ല പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചൂടുള്ള വെള്ളം കുടിച്ച് ശീലമായിട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചിക്കൻ കടായും അതേപോലെ നെയ്ച്ചോറുമാണ് കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ കഴിച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ല പോലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നേ. ഇടയ്ക്ക് പുറത്ത് നല്ല പോലെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നല്ല പോലെ വെയിലും വറക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാനുണ്ട്. പിന്നെ കുറേ ഡ്രസ്സ് ഇതേപോലെ കൊണ്ടുവന്ന് കൂട്ടി വെച്ചെന്നല്ലാതെ മടക്കി വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തരെ കൊട്ടയിലേക്കും ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് തന്നെ ഇഷ്ടമാതിരി ഉണ്ട്. അതൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് നല്ല വൃത്തിക്കൊന്ന് മടക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് ആക്കി വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. എത്രത്തോളം കഴിയുന്നൊന്നും അറിയില്ല. പിന്നെ കഴിയുന്നിടത്തോളം മാക്സിമം നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് അൾമറിയും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതൊക്കെ റെഡിയാക്കുക. അതിൻ്റെ ഇടയിൽ മുറ്റത്ത് നല്ല പോലെ പുല്ല് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചെറിയ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് ചെത്തി കോരി നന്നാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉച്ചയ്ക്കുള്ള ചോറിനുള്ള വെള്ളം ഞാൻ കറണ്ട് അടുപ്പിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചോറിനുള്ള വെള്ളം അതേപോലെ ഫ്ലാസ്കിലേക്കുള്ള വെള്ളം കൂടി കണക്ക് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഇവിടെ അടുത്തുള്ള ഒരു കാക്ക മുള്ളൻചക്ക തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെക്കണം കേട്ടോ. ഇത് നമ്മൾ കുറേ മുന്നൊക്കെ വെച്ച ഓർമ്മയുണ്ട്. ആ ഒരു ഓർമ്മക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുരുകൾ പോലെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. ഇത് സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചൊരു മെനക്കെടാണ് കേട്ടോ. നമ്മൾ ചക്കയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തോന്നും കേട്ടോ. കാരണം ചക്ക അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം, പിന്നെ കുരു കളയണം. അങ്ങനെ ആ ഒരു സിസ്റ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു മുള്ളൻ ചക്കക്കുള്ളത്. ഇത് സംഭവം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണല്ലോ. അങ്ങനെ മുള്ളൻചക്കൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ കുരു ഓരോന്നായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മൺചട്ടിയിലേക്കാണ് ഞാനിത് അരിഞ്ഞിടുന്നത്. ഇതിൽ പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ അരിഞ്ഞെടുക്കുന്ന സമയത്ത് ചെറിയ കുരു കിട്ടും കേട്ടോ. പിന്നെ ലാസ്റ്റ് ഞാനിത് കുക്കറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ കേക്ക് എടുത്തു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. ഈ ഒരു സംഭവം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അതെനിക്കറിയില്ല, ഒന്നും അങ്ങനെ പെട്ടെന്ന് കുക്കാവും എന്നുള്ളതൊന്നും അറിയില്ല ഇനി കേട്ടോ. ഞാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ഒരു അരിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിൻ്റെ ഇടയിൽ ചോറിനുള്ള വെള്ളമൊക്കെ കാഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഫ്ലാസ്കിലേക്ക് വെള്ളം ഒന്ന് മാറ്റി കൊടുക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ചായിട്ട് തന്നെ ചൂടുവെള്ളം നല്ലപോലെ എടുക്കുന്നുണ്ട് കേട്ടോ.
അതാണ് ഒന്നാമത് ഫ്ലാസ്കിലൊക്കെ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നത് കേട്ടോ. ആദ്യമാണെങ്കിൽ പച്ചവെള്ളം ഇങ്ങനെ കോരി കുടിക്കലായിരുന്നേ. പിന്നെ ഒന്ന് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ശീലമാവും കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ തിളപ്പിച്ചാറ്റിയ വെള്ളം കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും കുടിക്കാറുള്ളത്. അങ്ങനെ ഞാൻ ഫ്ലാസ്കിൽ വെള്ളം നിറച്ച് വെച്ചു കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതാ തേങ്ങ നമ്മൾ വീട്ടിൽ നിന്ന് അവിടുന്ന് തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് ചൂണ്ടെടുത്തിട്ട് പിന്നെ ഇതേപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചിരവി എടുക്കുമല്ലോ, അതെടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വറുത്തരക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങ ചിരകിയെടുക്കുന്നത്. അപ്പോൾ ചിരവിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എളുപ്പപ്പണിയായിട്ട് ഇതേപോലെ എടുക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് തേങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചുവന്ന മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണേ. തേങ്ങ ഒന്ന് ചിരകിയെടുത്തതിന് ശേഷം ഇതാ ചെറിയുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് ചുവന്ന മുളകും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തതിന് ശേഷമാണ് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വറുക്കുന്ന ആ ഒരു മസാലയിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും അതേപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. അതേപോലെ ഇതാ ഞാൻ തേങ്ങ നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിന് ശേഷം തേങ്ങ കരിഞ്ഞു പോകാനായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. വറുത്തെടുത്തതിന് ശേഷം പിന്നെ ചൂടാറിയതിന് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ ഒരു അരപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ അരച്ചെടുക്കുന്നത്. ചോറിനുള്ള അരിയും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ നിന്ന് നല്ലപോലെ കാഞ്ഞ് വരുന്നുണ്ട്. പിന്നെ ദാ ഈ ഒരു ചോറിന് ഈ ഒരു തേങ്ങ വറുത്തരച്ച കറിയും അത് മാത്രമല്ല ഒരു കോഴിമുട്ടയും പൊരിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ചോറൊക്കെ തിന്നാനുള്ള ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ലപോലെ ചോറ് തിളച്ച് വന്നപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മളെ ചോറ് റെഡി ആവേ. അപ്പോഴേക്ക് കറിയും ഒന്ന് വറുത്തരച്ച് കഴിഞ്ഞാൽ പിന്നെ അതും റെഡിയാവും. പിന്നെ ഒരു കോഴിമുട്ടയും പൊരിച്ചെടുത്താൽ മതി കേട്ടോ. ഇനി തേങ്ങ ഇതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മൊത്തം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് എരിവ് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കറിയിൽ. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങളും എല്ലാവരും ഇരുന്നിട്ട് തേങ്ങ വറുത്തരച്ച കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ആയപ്പോഴേക്കും അസ്ർ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് ചെറിയ കടയിൽ നിന്ന് പഴംപൊരി കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ മക്കൾക്ക് ഹോർലിക്സും ഞങ്ങൾ കട്ടൻ ചായയും കുടിച്ച് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ, അസ്സലാമു അലൈക്കും.